കൈ കൊടുക്കൽ വെറുമൊരു കേർട്ടസി അല്ല. നിങ്ങളുടെ ഹാൻഡ് ഷേക്ക് നിങ്ങളുടെ പേഴ്സണാലിറ്റി പറഞ്ഞു തരും. എന്താണ് ഡോമിനന്റ് ഹാൻഡ് ഷേക്ക്? പാം താഴോട്ടാക്കി സ്ട്രോങ് ഗ്രിപ്പ് ഉപയോഗിച്ച് കൈ കൊടുക്കുന്നതാണ് ഡോമിനന്റ് ഹാൻഡ് ഷേക്ക്. ഞാനാണ് കൺട്രോൾ, സിറ്റുവേഷൻ എൻ്റെ കയ്യിലാണ്, ഞാനാണ് ലീഡ് ചെയ്യുന്നത്. ഇതാണ് ഈ ഹാൻഡ് ഷേക്കിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇത് പൊതുവെ ഉപയോഗിക്കുന്നത് പൊളിറ്റീഷ്യൻസും ലീഡേഴ്സുമാണ്. എന്താണ് സബ്മിസീവ് ഹാൻഡ് ഷേക്ക്? പാം മുകളിലേക്ക് വെച്ച് സോഫ്റ്റ് ഗ്രിപ്പ് ഉപയോഗിച്ച് കൈ കൊടുക്കുന്നതാണ് സബ്മിസീവ് ഹാൻഡ് ഷേക്ക്. ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം, നിങ്ങൾ പറയുന്നതെല്ലാം തന്നെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ ലീഡ് ചെയ്തോളൂ. ഇതാണ് ഈ ഹാൻഡ് ഷേക്കിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതോറിറ്റി ഫിഗേഴ്സിനെ കാണുമ്പോഴാണ് ഈ ഹാൻഡ് ഷേക്സ് ഉപയോഗിക്കാറുള്ളത്. ലോ കോൺഫിഡൻസ് ഉള്ളവരും ഹൈ പൊളൈറ്റ് ആയിട്ടുള്ള ആൾക്കാരും ഈ ഹാൻഡ് ഷേക്സ് ഉപയോഗിക്കാറുണ്ട്. എന്താണ് ജെന്റിൽമാൻ ഹാൻഡ് ഷേക്ക്? ഒരു ന്യൂട്രൽ പാം പൊസിഷനിങ് ആണ്. താഴോട്ടുമല്ല മേലോട്ടുമല്ല, ഈക്വൽ ആയിരിക്കും. ഫേം ഗ്രിപ്പ് ആയിരിക്കും ഉപയോഗിക്കുക. സ്ട്രോങ് ആയിരിക്കും, പക്ഷെ ഒരിക്കലും ക്രഷ് ചെയ്യില്ല. എപ്പോഴും മുഖത്തൊരു നാച്ചുറൽ സ്മൈൽ ഉണ്ടാവും. ഐ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഞാൻ കോൺഫിഡൻ്റ് ആണ്, ഞാൻ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നു, ഞാനും നിങ്ങളും ഈക്വൽ ആണ്. ഇതാണ് ഈ ഹാൻഡ് ഷേക്കിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എന്താണ് ഡെഡ് ഫിഷ് ഹാൻഡ് ഷേക്ക്? ചത്ത മീനെ പോലെ ഫീൽ ചെയ്യുന്ന ഹാൻഡ് ഷേക്കാണ് ഡെഡ് ഫിഷ് ഹാൻഡ് ഷേക്ക്. ഞാൻ കോൺഫിഡൻ്റ് അല്ല, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, ഇതൊക്കെയാണ് ഈ ഹാൻഡ് ഷേക്കിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റന്റ് റിജക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലായിരിക്കും. നിങ്ങളൊരു ക്ലയൻറ്റ് മീറ്റിങ്ങിന് പോകുന്ന സമയത്തോ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്തോ ഇത്തരത്തിലുള്ള ഹാൻഡ് ഷേക്സ് അവോയ്ഡ് ചെയ്യണം. എന്താണ് സ്റ്റിഫ് ആം ഹാൻഡ് ഷേക്ക്? കൈ മാത്രം മുന്നിലുണ്ടാവും, ബോഡി പിന്നിലായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ ചെയ്യുന്ന ഹാൻഡ് ഷേക്കാണ് സ്റ്റിഫ് ആം ഹാൻഡ് ഷേക്ക്. ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നും എൻ്റെ പേഴ്സണൽ സ്പേസ് ക്രോസ് ചെയ്യരുതെന്നുമാണ് ഈ ഒരു ഹാൻഡ് ഷേക്കിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എന്താണ് നക്കിൾ ഹാൻഡ് ഷേക്ക്? പാം ഉപയോഗിക്കാതെ നക്കിൾസ് മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന ഹാൻഡ് ഷേക്കാണത്. ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഈ ഹാൻഡ് ഷേക്സ് ഓക്കെയാണ്, പക്ഷേ പ്രൊഫഷണൽസിൻ്റെ അടുക്കൽ ഒരിക്കലും ഈ ഹാൻഡ് ഷേക്സ് യൂസ് ചെയ്യരുത്. എന്താണ് ഫിംഗർ ടിപ്പ് ഹാൻഡ് ഷേക്ക്? പാം ഉപയോഗിക്കാതെ ഫിംഗേഴ്സ് മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന ഹാൻഡ് ഷേക്കാണിത്. ഈ ഹാൻഡ് ഷേക്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് 3 കാര്യങ്ങളാണ്: കൺഫ്യൂഷൻ, ഇൻസെക്യൂരിറ്റി, ഹെസിറ്റേഷൻ. എന്താണ് ആം ഫില്ലിംഗ് ഹാൻഡ് ഷേക്ക്? ഹാൻഡ് ഷേക്ക് ചെയ്യുന്ന സമയത്ത് പാമിൽ മാത്രം നിർത്താതെ ഫോറാമിലേക്കും കൂടെ ഗ്രിപ്പ് ചെയ്യുന്ന രീതിയാണിത്. ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഓവർ ഫെമിലാരിറ്റിയാണ്, അധികമായിട്ട് അടുപ്പം കാണിക്കലാണ്. യഥാർത്ഥത്തിൽ അത്രയും അടുപ്പം ഉണ്ടാവില്ല, പക്ഷെ മറ്റുള്ളവർക്ക് മുന്നിൽ ഷോ ചെയ്യുവാണ്. ഇതുപോലെ തന്നെ മാനിപ്പുലേറ്റ് വൈബ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഷേക്ക് ഹാൻഡ്സ് ആണ് റിസ്റ്റ് ഹോൾ ഹാൻഡ് ഷേക്ക്, എൽബോ ഗ്രിപ്പ് ഹാൻഡ് ഷേക്ക്, ഷോൾഡർ ഗ്രിപ്പ് ഹാൻഡ് ഷേക്ക്. ഈ ഒരു കാര്യം എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുക. ഫസ്റ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും സെക്കൻഡ് ചാൻസ് ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത് സേഫസ്റ്റ് ചോയ്സ് ആയ ജെന്റിൽമാൻ ഷേക്ക് ഹാൻഡ്സ് ആണ്. ഇതുപോലുള്ള സെയിൽസ് സൈക്കോളജിക്കൽ ടിപ്സിന് ജസ്റ്റ് ഫോളോ മീ. താങ്ക് യു.